നമ്മുടെ തലമുറ കടന്നു പോയി കഴിയുമ്പോൾ ഇതുപോലുള്ള എഴുത്തുകളൊക്കെ അവിടെ നിലനിൽക്കും. പറഞ്ഞ ആളുകൾ നോക്കുമ്പോൾ ചില ആളുകൾ എഴുതി പിടിപ്പിച്ചു വിചാരിക്കും ആത്മകഥയിൽ, അതായത് ഇങ്ങനെയായി പള്ളി എന്ന് പറയുന്ന സാധനം പ്രത്യേക വേറൊരു സംഭവത്തിന്റെ സംരംഭത്തിന്റെ ഭാഗമാണെന്നും പള്ളിക്കൂടമാണ് പള്ളിക്കൂടമായി രൂപപ്പെട്ടെന്നൊക്കെ പറഞ്ഞു പിടിക്കുമ്പോൾ അതൊക്കെ ഒരുമാതിരി ചരിത്രത്തെ വെളിച്ചൊടിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ അണ്ടർ കറന്റുകളാണ് പ്രധാനപ്പെട്ടത്. ഒറ്റപ്പെട്ട സംഭവമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞത് പൊതുവിൽ ആഗോള വ്യാപകമായി ഇതുപോലെയുള്ള അധിനിവേശങ്ങൾ ഇനി അതിശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് അത് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്നതും ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും അത് തിരിച്ചറിയുന്ന സമൂഹമാണ് കേരളത്തിന്റെ ക്രൈസ്തവർ എന്ന് നമുക്ക് പറയാനായിട്ട് താല്പര്യമുണ്ട്, അറിയിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എന്തെല്ലാം തിരിച്ചറിഞ്ഞാലും നമ്മുടെ സമീപനങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഏതെങ്കിലും വാളിന്റെ മുനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാലും കൈയും കണ്ടിച്ച് കളയുന്ന രീതിയിലും ഭീഷണിപ്പെടുന്ന രീതിയിലും ഒന്നും പ്രതികരിക്കില്ല. നേരെ മറിച്ച് സത്യം വിളിച്ചു പറയാനും സത്യത്തിൽ ഉറച്ചു നിൽക്കാനും ആ സത്യം എന്നും തന്നെ വിജയിക്കുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യത്തോടു കൂടി സത്യത്തിന് വിരുദ്ധമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അത് പിന്നീട് അത് നിഷ്പ്രഭമായി പോകുമെന്ന കാര്യം അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാനും അത് അറിയിക്കുവാനും നമുക്ക് ചുമതലയുണ്ട്.